എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പഠനം, അറിവ്, സർഗാത്മകത, കല, സംഗീതം എന്നിവയുടെ ദേവതയാണ് ശ്രീ സരസ്വതി ദേവി. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ബുദ്ധിശക്തി വർദ്ധിക്കുന്നു. ഒരിക്കൽ ശ്രീഹരി വിഷ്ണു ഭഗവാനോട് ശ്രീ മഹാലക്ഷ്മി പറഞ്ഞു, ഏറ്റവും കൂടുതൽ അങ്ങയെ സേവിക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ അങ്ങെനിക്ക് ഒരു വരദാനം നൽകാത്തത്? ശ്രീഹരി വിഷ്ണു ഭഗവാൻ പറഞ്ഞു, താങ്കൾ ആവശ്യപ്പെട്ടോളൂ, ഞാനത് വരമായി നൽകാം. ശ്രീ മഹാലക്ഷ്മി ശ്രീഹരിയോടായി പറഞ്ഞു, എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ധനാശ്വര്യങ്ങൾ നൽകണം. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന വരം. ഭഗവാൻ പറഞ്ഞു, തഥാസ്തു, അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ ദേവി, ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ദേവി കൊടുത്ത ആ ധനാശ്വര്യത്തെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തിരിച്ചെടുക്കും. ദേവി ഇക്കാര്യം സമ്മതിച്ചു. ഇക്കാര്യം അറിഞ്ഞ ശ്രീ സരസ്വതി ദേവി അവിടെ പ്രത്യക്ഷമായി. സരസ്വതി ദേവി ഭഗവാനോടായി പറഞ്ഞു, ഭഗവാനെ, എനിക്കും വേണം വരം. ഭഗവാൻ ചോദിച്ചു, എന്ത് വരമാണ് ദേവിക്ക് വേണ്ടത്? സരസ്വതി ദേവി പറഞ്ഞു, ലക്ഷ്മി ദേവിക്ക് കൊടുത്തതിനേക്കാളും എനിക്ക് വേണം. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെയാകട്ടെ. ദേവി കൊടുക്കുന്നത് എന്ത് തന്നെയായാലും ഞാൻ ആഗ്രഹിച്ചാലും അത് തിരിച്ചെടുക്കാനാകില്ല എന്ന് ആയിക്കോട്ടെ എന്ന്. ശ്രീലക്ഷ്മി അഥവാ ധനാശ്വര്യങ്ങൾ വരും, എന്നാൽ എപ്പോൾ വേണമെങ്കിലും പോകാം. എന്നാൽ സരസ്വതി ദേവി, അതായത് വിജ്ഞാനം, അത് ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. ആര് വിചാരിച്ചാലും അത് ഇല്ലാതാക്കുവാനും സാധിക്കില്ല. ശ്രീ സരസ്വതി ദേവിയെ തൃപ്തിപ്പെടുത്തുവാനായി ദേവിയുടെ മന്ത്രത്തെ സ്ഫുടതയോടെ നിയമാനുസരണം ജപിച്ചാൽ മാത്രം മതി. സരസ്വതി ദേവിയുടെ 2 പ്രഭാവശാലികളായ മന്ത്രത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞു തരാം. ഒന്നാമത്തെ മന്ത്രം ഇതാണ്: ഓം ഐം 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 ഹ്രീം 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 സരസ്വത്यै നമഃ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ഐം 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 ഹ്രീം 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 സരസ്വത്यै നമഃ. സരസ്വതി ദേവിയുടെ അനുഗ്രഹം വിളിച്ചോതുന്ന വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രമാണിത്. ഈ മന്ത്രത്തെ നിത്യവും രാവിലെയോ വൈകുന്നേരമോ പ്രാണപ്രതിഷ്ഠ ചെയ്ത തുളസിമാലയോ രുദ്രാക്ഷമാലയോ സ്ഫടികമാലയോ ഉപയോഗിച്ച് 108 തവണ ജപിക്കുകയാണെങ്കിൽ അറിവ്, വാക്ചാതുര്യം, ജ്ഞാനം എന്നിവ പ്രാപ്തമാകുന്നു. രണ്ടാമത്തെ മന്ത്രം ഇതാണ്: ഓം വാഗീശ്വരീ ശ്രീം ക്ലീം. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം വാഗീശ്വരീ ശ്രീം ക്ലീം. പഠന മികവിനും ഓർമ്മശക്തിക്കും ആകർഷണത്തിനും ഉതകുന്ന വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രമാണ് ഇത്. നിത്യവും സൂര്യോദയത്തിന് ശേഷം പ്രാണപ്രതിഷ്ഠ ചെയ്ത തുളസി, രുദ്രാക്ഷം, സ്ഫടികം ഏതെങ്കിലും മാല ഉപയോഗിച്ച് നിത്യവും 108 തവണ ജപിക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും
സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.